ഈ സമയത്ത് നമുക്ക് ധാരാളം മുരിങ്ങപ്പൂ കിട്ടും. നമ്മൾ മുരിങ്ങക്കായ പറിക്കുമ്പോഴോ ഇല പറിക്കുമ്പോഴോ കുറച്ച് പൂക്കളും കൂടെ വരാറില്ലേ? അല്ലെങ്കിൽ പുതുതായി കൊഴിഞ്ഞു വീഴുന്ന നല്ല പൂക്കളും നമുക്ക് ഉപയോഗിക്കാം. ഇനി മുരിങ്ങപ്പൂവിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലോ, ഒരു പൂവ് പോലും നമ്മൾ വെറുതെ കളയില്ല. മുരിങ്ങപ്പൂ കഴിച്ചാലേ ജലദോഷം, ചുമ, തൊണ്ടവേദന തുടങ്ങിയ അണുബാധകൾ കുറയ്ക്കാൻ പറ്റും. മദ്യപാനം കൊണ്ടോ മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ടോ കരളിലുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ മുരിങ്ങപ്പൂവ് സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിലെ ക്വെർസെറ്റിൻ എന്ന ഘടകം കരളിനെ സംരക്ഷിക്കും. പുരുഷന്മാരിലെ ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ലൈംഗിക താല്പര്യം കൂട്ടാനും മുരിങ്ങപ്പൂവും പാലും ചേർത്ത് കഴിക്കുന്നത് പാരമ്പര്യ വൈദ്യത്തിലെ പ്രധാന ഔഷധമാണ്. അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ മുരിങ്ങപ്പൂവ് തോരൻ വെച്ചോ സൂപ്പിലോ ചേർത്ത് നൽകുന്നത് പണ്ട് മുതലേയുള്ളൊരു രീതിയാണ്. പക്ഷേ മുരിങ്ങപ്പൂവ് ഗർഭിണികൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം തേടുന്നത് ഉചിതമാണ്. കാരണം ചിലരിൽ ഇത് ഗർഭാശയ സങ്കോചത്തിന് കാരണമാവും. മുരിങ്ങപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം അയോൺ ഉണ്ടല്ലോ, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണകരമാണ്. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മുരിങ്ങപ്പൂവ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കാനും പേശികളുടെ വളർച്ചയ്ക്കും കോശങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മുരിങ്ങപ്പൂവ് സഹായിക്കും. മുരിങ്ങപ്പൂവ് അധിക നേരം പാകം ചെയ്യുന്നത് അതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാനും കയ്പ് രസം വരാനും കാരണമാകും. ഇനിയുണ്ട് ഒരുപാട് ഗുണങ്ങൾ. തടി കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും ആർത്തവ സംബന്ധമായ വേദനകൾ കുറയ്ക്കാനും കോശങ്ങൾ നശിക്കുന്നത് തടയാനും മുരിങ്ങപ്പൂവിന് കഴിവുണ്ട്. അഷ്ടാംഗ ഹൃദയം, ഭാവപ്രകാശ നിഘണ്ടു തുടങ്ങി ഒരുപാട് പുസ്തകങ്ങളിൽ മുരിങ്ങയുടെയും മുരിങ്ങപ്പൂവിൻ്റെയും ഔഷധ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ മുരിങ്ങപ്പൂവിന് കഴിവുണ്ട്. പ്രത്യേകിച്ചും കരളിനെ ബാധിക്കുന്ന ദോഷകരമായ ഘടകങ്ങളെ പുറന്തള്ളാൻ ഇതിലെ ഫ്ലേവനോയിഡുകൾ സഹായിക്കുന്നു. മുരിങ്ങപ്പൂവിന് മഷ്റൂമിനോട് സദൃശ്യമായിട്ടുള്ള രുചിയുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിലെ സൂപ്പുകളിലും സാലഡുകളിലും മുരിങ്ങപ്പൂവ് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇതിന് വെള്ളം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഇവയുടെ വിത്തുകൾ പോലെ തന്നെ പൂക്കൾക്കും വെള്ളത്തിലെ അഴുക്കുകളെ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.